മൊബൈൽ, ടെലികോം തുടങ്ങിയ സാങ്കേതികവിദ്യാ രംഗത്ത് സ്വാധീനം ഉറപ്പിക്കാൻ ചൈനയും തങ്ങളുടെ കുത്തക നിലനിർത്താൻ അമേരിക്കയും തമ്മിൽ കടുത്ത മത്സരം നടന്നുവരികയാണ്. ചൈനീസ് കമ്പനിയായ ഹുവായി ആയിരുന്നു മുന്നിൽ. ചിലവ് കുറഞ്ഞ 5G ടെക്നോളജി വികസിപ്പിക്കുന്നതിൽ ഹുവായി വിജയിച്ചു. ഒട്ടുമിക്ക രാജ്യങ്ങളും ചിലവേറിയ അമേരിക്കൻ 5G ടെക്നോളജി ഒഴിവാക്കി ഹുവായിയെ സ്വീകരിക്കുകയും ചെയ്തു. 2017 കടുത്ത ചൈന വിരുദ്ധനായ ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് ആയതോടുകൂടി മത്സരം വേറെ തരത്തിലെത്തിയിരുന്നു. അമേരിക്ക ഇറാൻ ഏർപ്പെടുത്തിയിരുന്ന ഉപരോധം ലംഘിച്ച് അമേരിക്കൻ നിർമ്മിത കമ്മ്യൂണിക്കേഷൻ ഹാർഡ്വെയറുകൾ ഇറാന് സപ്ലൈ ചെയ്തു എന്നും അമേരിക്കൻ ടെലികോം സാങ്കേതികവിദ്യയിൽ നിന്ന് വ്യാപാര രഹസ്യങ്ങൾ മോഷ്ടിച്ചു എന്നുമുള്ള ഒട്ടേറെ കുറ്റങ്ങൾ ഹുവായിക്ക് മേൽ ചുമത്തി. അമേരിക്കൻ കമ്പനികൾ ഹുവായിക്ക് നൽകി വന്നിരുന്ന ഹാർഡ്വെയർ സപ്പോർട്ട് നിർത്തി. ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നതിനിടയ്ക്ക് 2018 ഓഗസ്റ്റിൽ ന്യൂയോർക്ക് കോടതി ഹുവായിയുടെ സ്ഥാപകൻ റെൻ സെങ്ഫിയുടെ മകളും ഹുവായിയുടെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറുമായ മെങ് വാൻഷുവിനെതിരെ ഒരു വാറണ്ട് പുറപ്പെടുവിച്ചു. അമേരിക്കൻ സമ്മർദ്ദഫലമായി 2018 ഡിസംബർ 1 കാനഡയിലെ വാൻകൂവർ എയർപോർട്ടിൽ വെച്ച് റോയൽ കാനഡ പോലീസ് മെങ് വൻഷുവിനെ അറസ്റ്റ് ചെയ്ത് വീട്ടുതടങ്കലിലാക്കി. 10 ദിവസങ്ങൾക്ക് ശേഷം ഡിസംബർ 10 കനേഡിയൻ പൗരന്മാരായ മൈക്കിൾ സ്പേവർ, മൈക്കിൾ കോവറിംഗ് എന്നിവരെ ചാരപ്രവൃത്തി ആരോപിച്ച് ചൈന തടവിലാക്കി. മൈക്കിൾ സ്പേവർ ഉത്തര കൊറിയ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സംരംഭകനായിരുന്നു. ഉത്തര കൊറിയൻ അതിർത്തിയോട് ചേർന്നുള്ള ചൈനയിലെ ഡാൻഡോങ്ങിൽ നിന്നായിരുന്നു അറസ്റ്റ് ചെയ്തത്. മൈക്കിൾ കോവറിംഗ് ഐക്യരാഷ്ട്ര സംഘടനയിൽ കാനഡയുടെ മുൻ നയതന്ത്ര ഉദ്യോഗസ്ഥനായിരുന്നു. അവധിയെടുത്ത് വാഷിംഗ്ടൺ കേന്ദ്രമായി ഇന്റർനാഷണൽ ക്രൈസിസ് മാനേജ്മെന്റ് കമ്പനിക്ക് വേണ്ടി ഹോങ്കോങ്ങിലും ബീജിംഗിലുമായി പ്രവർത്തിച്ചു വരുമ്പോഴായിരുന്നു അറസ്റ്റ്. അവധിയിലായിരുന്നതിനാൽ നയതന്ത്ര പരിരക്ഷ ലഭിച്ചില്ല. ചൈന കാനഡയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി കാനഡയ്ക്ക് മേൽ സമ്മർദ്ദം ശക്തമാക്കി. എന്നാൽ കാനഡ മെങ്ങിനെ മോചിപ്പിക്കാതെ കാനഡ പൗരന്മാരെ മോചിപ്പിക്കാനുള്ള നയതന്ത്രം ഇറക്കി നോക്കുകയാണ് ചെയ്ത്. പക്ഷേ ചൈന അതിന് വഴങ്ങിയില്ല. 2021 മാർച്ച് 19, 23 രണ്ടുപേരുടെയും വിചാരണ പൂർത്തിയാക്കി. എന്നാൽ ശിക്ഷ പ്രഖ്യാപിച്ചില്ല. ഉചിതമായ സമയത്ത് ശിക്ഷ വിധിക്കുമെന്ന ഒറ്റവരി അറിയിപ്പ് കൊടുക്കുക മാത്രമാണ് ചെയ്തത്. സത്യത്തിൽ അമേരിക്കയുടെ താളത്തിന് തുള്ളി വെട്ടിൽ വീണ അവസ്ഥയിലായി കാനഡ. അവരുടെ പൗരന്മാർ ചൈനയിൽ തടവിലുമായി. ചാരവൃത്തി ആരോപിച്ചിരിക്കുന്നതിനാൽ മറ്റ് തടവുകാർക്കുള്ള അവകാശങ്ങളൊന്നും ഇവർക്ക് ലഭിച്ചില്ല. പരസ്പരം കാണാനാകാത്ത 2 ജയിലുകളിൽ പാർപ്പിച്ചു. കാനഡയിൽ സർക്കാരിന് മേൽ പ്രതിഷേധം ശക്തമായി. 2 വർഷം കടന്നുപോയി. അമേരിക്കയിൽ ഭരണമാറ്റം സംഭവിച്ചു. ട്രംപ് മാറി ബൈഡൻ വന്നു. 2021 സെപ്റ്റംബറിൽ അലാസ്കയിൽ വെച്ച് ഉന്നത ചൈനീസ് നയതന്ത്ര ഉദ്യോഗസ്ഥനുമായി US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ കൂടിക്കാഴ്ച നടത്തി. ചൈന അയഞ്ഞില്ല എന്ന് മാത്രമല്ല, അവർ കടുത്തൊരു നീക്കം നടത്തുകയും ചെയ്തു. മയക്കുമരുന്ന് കടത്ത് ചുമത്തി അറസ്റ്റിലായി 15 വർഷത്തെ ജയിൽ ശിക്ഷ അനുഭവിച്ചു വന്നിരുന്ന കാനഡിയൻ പൗരനായ റോബർട്ട് ഷെൽബർഗിൻ്റെ ശിക്ഷ ഓഗസ്റ്റ് 10 ചൈനീസ് കോടതി വധശിക്ഷയായി ഉയർത്തി. കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്ന് കാനഡയ്ക്ക് മനസ്സിലായി. മെങ്ങിനെ സ്വതന്ത്രമാക്കാതെ നയതന്ത്ര പരിപാടി ചൈനയോട് ചിലവാകില്ല എന്ന് അവർ തിരിച്ചറിഞ്ഞു. കാനേഡിയൻ പ്രസിഡന്റ് ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് മേൽ സമ്മർദ്ദമേറി. രാഷ്ട്രീയ നീക്കങ്ങൾക്കൊടുവിൽ അമേരിക്കൻ പ്രസിഡന്റ് ബൈഡൻ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി നടത്തിയ ചർച്ചയിലെ ധാരണയുടെ അടിസ്ഥാനത്തിൽ അമേരിക്ക കാനഡയിലെ കോടതിയിൽ ഫയൽ ചെയ്തിരുന്ന കേസ് പിൻവലിച്ചു. സെപ്റ്റംബർ 28 മിങ് വാൻഷുവിനെ വീട്ടുതടങ്കലിൽ നിന്ന് കാനഡ മോചിപ്പിച്ചു. ചൈന എയർ വിമാനത്തിൽ അവർ ഹുവായി കമ്പനിയുടെ ആസ്ഥാനമായ ഷെൻജനിലേക്ക് പറന്നു. ഉടൻ തന്നെ ചൈന കാനഡിയൻ പൗരന്മാരെയും മോചിപ്പിച്ചു. 2 വർഷത്തെ ജയിൽവാസത്തിനു ശേഷം കനേഡിയൻ പൗരന്മാരായ മൈക്കിൾ സ്പേവർ, മൈക്കിൾ കോവറിംഗും കാനഡയിലേക്ക് തിരിച്ചു.